അവസ്ഥ കാണാൻ ഇപ്പൊ നല്ല രസമുണ്ട്. ഞാനിതിനകത്തായിരുന്നപ്പോ എന്നെ നീ കുറെ കളിയാക്കി ചിരിച്ചതല്ലേ മുകുന്ദ? അതിന് പകരമായിട്ട് ദൈവം ഒരുക്കിയ ഒരു അവസരമായിരിക്കും ഇത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോ എടുത്തു വയ്ക്കാം. വേണ്ട. മാറു മഹിമേ, ഫോട്ടോ എടുക്കട്ടെ. വേണ്ട വേണ്ട സ്വപ്നെ. സ്റ്റേഷനകത്ത് ഫോട്ടോ എടുക്കുന്നത് നിയമവിരുദ്ധാണെന്ന് അറിയില്ല മോളെ. സോറി, അറിയില്ലായിരുന്നു. സാരമില്ല. മോളുടെ ഫോൺ പരിശോധനയ്ക്ക് അയച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച്. അയ്യോ, അതിന് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ. അത് ഞങ്ങള് പരിശോധന കഴിഞ്ഞിട്ട് പറയാം. അയ്യോ സർ, പ്ലീസ് സർ. മിണ്ടായിരിക്കട്ടെ. സ്റ്റേഷനിൽ വന്ന് ഷോ കാണിക്കാൻ നിന്നാലുണ്ടല്ലോ ഓടിച്ചതിന്റെ മോതിര ഷേപ്പ് ഞാൻ മാറ്റും. നാ. വാ. മോള് സംസാരിച്ചോ? ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? താൻ കാരണോ? എന്റെ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടല്ലേ അപ്പിക്ക് വക്കീലിനോട് ദേഷ്യം തോന്നിയത്? അങ്ങനെയൊന്നും ചിന്തിക്കരുതല്ലോ. ദേ, തന്നെ ഇങ്ങനെ മാനസികമായിട്ട് തകർക്കുക ആബിയുടെ ലക്ഷ്യം. തളർന്നു കൊടുക്കരുത്. എടോ, അമ്മ ഇതുപോലെ അറിഞ്ഞോ? ഇല്ല, അമ്മ ഷൂട്ടില്ല. ഷൂട്ട് വൈകുന്നതുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വരുമെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. നന്നായി. അമ്മ ഇതിനെക്കുറിച്ചൊന്നും അറിയിക്കണ്ട. താൻ ഞാൻ വരുന്നവരെ ഗിരിയുടെ വീട്ടിൽ നിന്നാൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സേഫ് അല്ല. എടോ, താൻ വിഷമിക്കണ്ട.